ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഗവേണൻസ്, കേരള ഭരണ സംവിധാനം പാർട്ട് 3 ഈ ഗവേണൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായ വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ പറ്റി APJ അബ്ദുൽ കലാം ഇങ്ങനെയാണ് പറഞ്ഞത്. എങ്ങനെയായിരുന്നു? സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വിവേകത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഈ ഗവേണൻസ്. കേരള സർക്കാർ ആദ്യമായി ഒരു IT നയം രൂപീകരിച്ചതെന്നാണ് 1998 1998. ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കേരളത്തെ IT നിക്ഷേപ സൗഹൃദ കേന്ദ്രമാക്കുക, ഈ ഗവേണൻസ് സൗകര്യം ഒരുക്കുക. കേരളത്തിലെ ഈ ഗവേണൻസ് പദ്ധതികളുടെ നോഡൽ ഏജൻസി കേരള സംസ്ഥാന IT മിഷനാണ്. 1999 രൂപീകരിക്കപ്പെട്ടു. 1999 രൂപീകരിക്കപ്പെട്ടു. www.kerala.government.in കേരള സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടലാണ് www.kerala.gov.in. 2021 കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെന്റ് റിപ്പോർട്ട് നെസ്ഡ പ്രകാരം സംസ്ഥാന പോർട്ടലുകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പോർട്ടൽ നമ്മുടെ കേരളത്തിന്റെ www.kerala.government.in ആണ്. കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാണ് കേരളം. 2016 രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി ഇത് സംബന്ധിക്കുന്ന പ്രഖ്യാപനം നടത്തി. കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മെയ് 25, 2023 കേരള മുഖ്യമന്ത്രി ഇത് സംബന്ധമായ പ്രസ്താവന നടത്തി. ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായി കേരള ഗവൺമെന്റ് 2023 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി 2022 സെപ്റ്റംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ പഞ്ചായത്താണ്. പുല്ലമ്പാറ, തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ സ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് NOFN ഹൈ സ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഭാരത സർക്കാർ നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ? കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്. ഗ്രാമപഞ്ചായത്തുകൾ 100% ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ 100% ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. രാജ്യത്ത് 3.9 കോടി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം ഗ്രാമപഞ്ചായത്തുകൾ 100%മായി ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ. കേരളത്തിലെ ഇടുക്കി ജില്ലയിലൊക്കെ. രാജ്യത്ത് 3.9 കോടി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ആദ്യ സംസ്ഥാനം കേരളം. ഗവേണൻസ് ഇലക്ട്രോണിക് ഗവേണൻസ് എന്നാണ് ഫുൾ ഫോം. സർക്കാർ വകുപ്പുകൾ സ്മാർട്ട് ഗവേണൻസ് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഗവേണൻസ്. ഗവേണൻസ് പ്രദാനം ചെയ്യുന്നത് സ്മാർട്ട് ഗവേണൻസ്. ലളിതം സിമ്പിൾ, ധാർമ്മികം മോറൽ, പ്രാപ്യം ആക്സസിബിൾ, പ്രതികരണാത്മകം റെസ്പോൺസീവ്, സുതാര്യം ട്രാൻസ്പെറന്റ് ഗവേണൻസ്. സിമ്പിൾ, മോറൽ, ആക്സസിബിൾ, റെസ്പോൺസീവ്, ട്രാൻസ്പെറന്റ് ഗവേണൻസ്. ലളിതം, ധാർമ്മികം, പ്രാപ്യം, പ്രതികരണാത്മകം, സുതാര്യം ഗവേണൻസ്. ഓക്കെ. ഗവേണൻസിനെ തുണയ്ക്കുന്ന 5 പ്രധാന തൂണുകൾ ഏതൊക്കെയാണ്? കമ്പ്യൂട്ടറുകൾ, കണക്ടിവിറ്റി, ഉള്ളടക്കം, ഉപഭോക്താവ്, ആത്മവിശ്വാസം വളർത്തൽ. ഗവേണൻസിന്റെ ഭാഗമായ സേവനങ്ങൾ ഏതൊക്കെയാണ്? ഓഫീസ്, സേവനം, സേവനം, പ്രൊക്യൂർമെന്റ്, അക്ഷയ, ഡിസ്ട്രിക്ട്, പൗരസമ്പർക്ക കേന്ദ്രം, ഫ്രണ്ട്സ്. ഓഫീസ് കേരളത്തിൽ ഓഫീസ് ദി ഇലക്ട്രോണിക് ഓഫീസ് ഗവേണൻസിന്റെ ഭാഗം. സർക്കാർ ഓഫീസുകളിൽ കടലാസ് ഫയലുകൾ ഒഴിവാക്കി ഡിജിറ്റലായി ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന സമ്പ്രദായമാണ് ഓഫീസ്. ഓക്കെ. സർക്കാർ ഓഫീസുകളിൽ
സർക്കാർ ഓഫീസുകളിലെ നടപടിക്രമങ്ങളായ തപാൽ രൂപീകരണം, ഫയൽ രൂപീകരണം, ഫയൽ തുടർ നടപടികൾ, ഉത്തരവുകൾ പുറപ്പെടുപ്പിക്കൽ തുടങ്ങിയവ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇ ഓഫീസ്. ഓക്കെ, 2014 മാർച്ച് 5 കേരള സെക്രട്ടേറിയറ്റിൽ ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയുടെ ശരിയായ വിനിയോഗത്തിലൂടെ ഫയലുകളിൽ തീരുമാനമെടുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം. കേരളത്തിലെ ഈ ഓഫീസ് സംവിധാനത്തിനായി ഉപയോഗിച്ചു വരുന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് നാഷണൽ ഇൻഫോർമേറ്റീവ് സെന്റർ ആണ്. കേരളത്തിലെ ഈ ഓഫീസ് സംവിധാനത്തിനായി ഉപയോഗിച്ചു വരുന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് നാഷണൽ ഇൻഫോർമേറ്റീവ് സെന്റർ ആണ്. ഈ ഓഫീസ് സിറ്റിസൺസ് പോർട്ടൽ ജനങ്ങൾക്ക് ഫയലുകളുടെ സ്ഥിതി വിവരങ്ങൾ അറിയുവാനും പ്രസിദ്ധീകരിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവുകൾ തിരയാനും കാണുവാനും വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുമുള്ള സൗകര്യം ലഭ്യമാക്കുന്ന വെബ് പോർട്ടലാണ് ഈ ഓഫീസ് സിറ്റിസൺസ് പോർട്ടൽ. ഈ സേവനം കേരള സർക്കാരിന്റെ ഏകീകൃത സേവന പോർട്ടലാണ് ഈ സേവനം. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച കേന്ദ്രീകൃത പോർട്ടലാണ് www.services.government.kerala.government.in www.services.kerala.government.in. ഈ സേവനം എന്ന ഏകീകൃത പോർട്ടൽ വഴി ഫലപ്രദമാവുന്ന കേരള സർക്കാരിന്റെ പ്രഖ്യാപിത നയം ഇന്റർനെറ്റ് എന്റെ അവകാശം പോർട്ടൽ ഏതാണ്? www.services.kerala.government.in. എം സേവനം എന്ന് പറഞ്ഞത് സർക്കാരിന്റെ മിക്കവാറും എല്ലാ ഓൺലൈൻ സേവനങ്ങളും ഗവൺമെന്റ് ടു സിറ്റിസൺസ് G2C ആൻഡ് ഗവൺമെന്റ് ടു ബിസിനസ് G2B ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് എം സേവനം. ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ടെൻഡർ വിഷയങ്ങളിൽ സുതാര്യതയും കാര്യക്ഷമതയും കൈവരിക്കുന്നതിനുള്ള ഇ ഗവേണൻസ് സംരംഭമാണ് ഈ പ്രൊക്യൂർമെന്റ്. 5 ലക്ഷത്തിന് മുകളിൽ മൂല്യം വരുന്ന എല്ലാ ടെൻഡറുകളും നിർബന്ധമായി ഈ പ്രൊക്യൂർമെന്റ് പോർട്ടൽ വഴി നടപ്പിലാക്കുന്നു. ഈ ഡിസ്ട്രിക്റ്റ് സുതാര്യമായും സമഗ്രമായും വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കേരള സർക്കാർ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ ഡിസ്ട്രിക്റ്റ് പോർട്ടൽ e-district.kerala.government.in. 24/7 മണിക്കൂറും സേവനങ്ങൾ ലഭിക്കുന്നു. ഈ പോർട്ടൽ കൈകാര്യം ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് IT മിഷൻ ആണ്. അടുത്തത് പൗര സമ്പർക്ക കേന്ദ്രം. 9/5/2005, അതായത് മെയ് 9, 2005 വന്നത് പൗരസമ്പർക്ക കേന്ദ്രം. വിവര സാങ്കേതിക വിദ്യാ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച കോണ്ടാക്ട് സെന്റർ ആണ് പൗരസമ്പർക്ക കേന്ദ്രം. വിവിധ സർക്കാർ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ടെലിഫോൺ മുഖേന പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. നെക്സ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഫാസ്റ്റ് റിലയബിൾ ഇൻസ്റ്റന്റ് എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർവീസസ്. ഫാസ്റ്റ് റിലയബിൾ ഇൻസ്റ്റന്റ് എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർവീസസ് 2000 തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് വിവിധ ഓഫീസുകളിൽ പോകാതെ തന്നെ വിവിധ വകുപ്പുകളിലേക്കുള്ള നികുതികളും ബില്ലുകളും ഒരു കേന്ദ്രത്തിൽ തന്നെ അടയ്ക്കാനും അതിലൂടെ സമയവും ധനവും ലാഭിക്കാനും ഇതുവഴി കഴിയുന്നു. NICയുടെ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത ഫ്രണ്ട്സിന്റെ പുതിയ സോഫ്റ്റ്വെയർ ഫ്രീസ്. ഓക്കെ, അക്ഷയ. നെക്സ്റ്റ് ആണ് അക്ഷയ. കേരള സർക്കാർ രൂപം നൽകിയ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ. 2002 അക്ഷയ പദ്ധതി ആരംഭിച്ചത്. 2002 നവംബർ 18 ഡോക്ടർ APJ അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വിവര സാങ്കേതിക വിദ്യ ജനകീയമാക്കുക, സർക്കാർ സംവിധാനങ്ങൾ ഓൺലൈനായി ജനങ്ങളിലേക്ക് എത്തിക്കുക, വിവര സമ്പന്നരും വിവര ദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക. വിഷൻ എന്താണ്? വിഷൻ അച്ചീവിംഗ് 100% ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ ബൈ കണക്ടിംഗ് ദി അൺകണക്റ്റഡ്. വിഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്ഷയ അവസരങ്ങളുടെ ജാലകം എന്നാണ്. ഗേറ്റ്വേ ടു ഓപ്പർച്യൂണിറ്റീസ്. അക്ഷയ കേന്ദ്രങ്ങൾ നോളജ് ഓർ ഇൻഫോർമേഷൻ ഡിസെമിനേഷൻ അറിവ് ഓർ വിവര
വിതരണം, അറിവ് ഓർ വിവര വിതരണം. G2C, G2B, B2C, G2C, G2B, B2C സേവനങ്ങളും ഒരു കുടക്കീഴിൽ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകളുടെ CSC ഏറ്റവും മികച്ച ശൃംഖല. ഓക്കെ. ICT എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിക്കുന്നു. മെച്ചപ്പെട്ട ജീവിത നിലവാരം, വിവരങ്ങളിലേക്കുള്ള പ്രവേശനം, ഭരണത്തിലെ സുതാര്യത, മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തിക വളർച്ച ഇവയ്ക്ക് നിദാനമായി പ്രവർത്തിക്കുന്നു. അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി. കാഴ്ച പരിമിതിയുള്ളവർക്ക് പരിശീലനം നൽകുന്ന അക്ഷയ പദ്ധതി ഇൻസൈറ്റ്. കാഴ്ച പരിമിതിയുള്ളവർക്ക് പരിശീലനം നൽകുന്ന അക്ഷയ പദ്ധതി ഇൻസൈറ്റ്. ഫ്രെയിംവർക്ക് ഓഫ് അക്ഷയ. കേരള സ്റ്റേറ്റ് IT മിഷൻ, ഡിസ്ട്രിക്ട് ഫംഗ്ഷണറീസ്, വില്ലേജ് മൈക്രോ ലെവൽ ഓൺട്രപ്രണേഴ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫ്രെയിംവർക്ക് ഓഫ് അക്ഷയ, കേരള സ്റ്റേറ്റ് IT മിഷൻ, ഡിസ്ട്രിക്ട് ഫംഗ്ഷണറീസ്, വില്ലേജ് മൈക്രോ ലെവൽ ഓൺട്രപ്രണേഴ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിച്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ്? കേരള. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി 2022 സെപ്റ്റംബറിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അഞ്ചുതെങ്ങ്, അണ്ടൂർ കോണം, പുതിയന്നൂർ, പുല്ലമ്പാറ അല്ലേ? നോക്കാം. പുല്ലമ്പാറ, തിരുവനന്തപുരം ജില്ല. ഓക്കെ. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലും തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ പറ്റി ഈ വാക്കുകൾ ആരുടേതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. കേരളത്തിലെ ഈ ഗവേണൻസ് പദ്ധതിയുടെ നോഡൽ ഏജൻസി കേരള IT മിഷൻ ആണ്. കേരള IT വകുപ്പ്, കേരള IT മിഷൻ, കേരള വിദ്യാഭ്യാസ വകുപ്പ്, കൈറ്റ്. കേരള IT മിഷൻ അല്ലേ? നോക്കാം. കേരള ഈ ഗവേണൻസിന്റെ പദ്ധതികളുടെ നോഡൽ ഏജൻസി IT മിഷൻ, കേരള IT മിഷൻ. ഓക്കെ. ഈ പ്രൊക്യൂർമെന്റിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത്? ടെൻഡർ വിഷയങ്ങളിൽ സുതാര്യതയും കാര്യക്ഷമതയും കൈവരിക്കുന്നതിനുള്ള ഈ ഗവേണൻസ് സംരംഭം. 3 ലക്ഷത്തിന് മുകളിൽ മൂല്യം വരുന്ന എല്ലാ ടെൻഡറുകളും നിർബന്ധമായി ഈ പ്രൊക്യൂർമെന്റ് പോർട്ടൽ വഴി നടപ്പിലാക്കുന്നു. 3 ലക്ഷം അല്ലല്ലോ, 5 ലക്ഷം അല്ലേ? 5 ലക്ഷം മുതലാണ്. ഈ പ്രൊക്യൂർമെന്റ് ടെൻഡർ വിഷയങ്ങളിൽ സുതാര്യതയും കാര്യക്ഷമതയും കൈവരിക്കുന്നതിനുള്ള ഈ ഗവേണൻസ് സംരംഭമാണ് ഈ പ്രൊക്യൂർമെന്റ്. 5 ലക്ഷത്തിന് മുകളിൽ മൂല്യം വരുന്ന എല്ലാ ടെൻഡറുകളും നിർബന്ധമായി ഈ പ്രൊക്യൂർമെന്റ് പോർട്ടൽ വഴി നടപ്പിലാക്കുന്നു. 1 മാത്രം ശരി. ഓക്കെ. ഈ ഓഫീസിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ. പൂർണ്ണരൂപം ഇലക്ട്രോണിക് ഓഫീസ്. ഈ ഗവേണൻസിന്റെ ഭാഗം. ശരി. സർക്കാർ ഓഫീസുകളിൽ കടലാസ് ഫയലുകൾ ഒഴിവാക്കി ഡിജിറ്റലായി ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന സമ്പ്രദായം. എല്ലാം ശരിയാണ്. ഓക്കെ, ശരി. താഴെ പറയുന്നതിൽ അക്ഷയയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന. ICT എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിക്കുന്നു. ഏറ്റവും വലിയ കണക്ടിവിറ്റി. കേരള സർക്കാർ രൂപം നൽകിയ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി. 3 ശരിയാണ്. 2002 നവംബർ 18 ഉദ്ഘാടനം ചെയ്തത്. അക്ഷയ. നോക്കാം. അക്ഷയ 2002 നവംബർ 18 ഉദ്ഘാടനം ചെയ്തു. 3ഉം 4ഉം ശരിയാണ്. അക്ഷയ കേരള സർക്കാർ രൂപം നൽകിയ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി 2002 അക്ഷയ പദ്ധതി ആരംഭിച്ചത്. 2002 നവംബർ 18 ഡോക്ടർ APJ അബ്ദുൽ കലാം. മലപ്പുറം ജില്ല ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല. ലക്ഷ്യങ്ങൾ വിവര സാങ്കേതിക വിദ്യ ജനകീയമാക്കുക, സർക്കാർ സംവിധാനങ്ങൾ ഓൺലൈനായി ജനങ്ങളിലേക്ക് എത്തിക്കുക, വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക, അച്ചീവിംഗ് 100% ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ ബൈ കണക്ടിംഗ് ദി അൺകണക്റ്റഡ്. വിഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്ഷയ. അവസരങ്ങളുടെ ജാലകം. ഗേറ്റ്വേ ടു ഓപ്പർച്യൂണിറ്റീസ്. അക്ഷയ കേന്ദ്രങ്ങൾ. നോളജ് ഓർ ഇൻഫർമേഷൻ ഡിസെമിനേഷൻ. അറിവ് ഓർ വിവരണ വിതരണം. G2C, G2B, B2C
സേവനങ്ങളും ഒരു കുടക്കീഴിൽ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകളുടെ ഏറ്റവും മികച്ച ശൃംഖല. ICT എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിക്കുന്നു. ശരിയാണ്. അപ്പോൾ 1, 3, 4, പിന്നെ അതേപോലെ 2 ഏറ്റവും വലിയ കണക്ടിവിറ്റി ആണോ? ഏറ്റവും വലിയ കണക്ടിവിറ്റി മെച്ചപ്പെട്ട ജീവിത നിലവാരം, വിവരങ്ങളിലേക്കുള്ള പ്രവേശനം, ഭരണത്തിലെ സുതാര്യത, മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തിക വളർച്ച ഇവയ്ക്ക് നിദാനമായി പ്രവർത്തിക്കുന്നു. അക്ഷയ പദ്ധതിയുടെ പ്രധാന ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി. ഓക്കെ. കാഴ്ച പരിമിതിയുള്ളവർക്ക് പരിശീലനം നൽകുന്ന അക്ഷയ പദ്ധതി ഇൻസൈറ്റ്. ഓക്കെ. അടുത്തത് കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവിഷ്കരിച്ച കേന്ദ്രീകൃത പോർട്ടൽ. ഈ സേവനം പോർട്ടൽ, ഈ ഓഫീസ് സിറ്റിസൺസ് പോർട്ടൽ, ഈ ഹെൽത്ത് പോർട്ടൽ ഇവ ഒന്നുമല്ല. ഈ സേവനം അല്ലേ? സേവനം. ഈ സേവനം കേരള സർക്കാരിന്റെ ഏകീകൃത സേവന പോർട്ടൽ. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച കേന്ദ്രീകൃത പോർട്ടൽ ആണ് www.services.kerala.government.in. ഈ സേവനം പോർട്ടൽ. ഈ സേവനം എന്ന ഏകീകൃത പോർട്ടൽ വഴി ഫലപ്രദമാകുന്ന കേരള സർക്കാരിന്റെ പ്രഖ്യാപിത നയം ഇന്റർനെറ്റിന്റെ അവകാശം പോർട്ടൽ www.services.kerala.government.in. ഈ സേവനം പോർട്ടലാണ്. ശരിയായ പ്രസ്താവന ഏത്? 2022 ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിച്ച 2021 കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഗവേണൻസ് സേവന റിപ്പോർട്ടിൽ കേരള സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടലിന് സംസ്ഥാന സർക്കാർ പോർട്ടലുകളുടെ കാര്യക്ഷമതയിൽ 1ാം റാങ്ക് ലഭിച്ചു. ശരി. സംസ്ഥാന സർക്കാരുകളുടെ സർവീസ് പോർട്ടലുകളുടെ വിഭാഗത്തിൽ കേരള സർക്കാർ ഔദ്യോഗിക സർവീസ് പോർട്ടലായി ഈ സേവനം സർവീസ് പോർട്ടലിന് 1ാം റാങ്ക് ലഭിച്ചു. അങ്ങനെ ലഭിച്ചോ? നെക്സ്റ്റ്, സംസ്ഥാന സർക്കാരുകളുടെ സർവീസ് പോർട്ടലുകളുടെ വിഭാഗത്തിൽ കേരള സർക്കാർ ഔദ്യോഗിക സർവീസ് പോർട്ടലായി ഈ സേവനം സർവീസ് പോർട്ടലിന് 1ാം റാങ്ക് ലഭിച്ചു. ഒന്ന് മാത്രമാണ് ശരിയെന്ന് തോന്നുന്നത്. പ്രസ്ഥാനം 1 മാത്രം, 1ാം പ്രസ്ഥാനം മാത്രമാണ് ശരി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.